ഫുട്ബോൾ മൈതാനത്തെ റെക്കോർഡുകൾ പോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വ്യക്തിജീവിതവും എപ്പോഴും വാർത്തകളിൽ നിറയാറുണ്ട്. ഇപ്പോഴിതാ ലോകമെമ്പാടുമുള്ള ആരാധകരെയും സ്വന്തം കുടുംബത്തെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് റൊണാൾഡോയും പങ്കാളി ജോർജീന റോഡ്രിഗസും വിവാഹിതരായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഓഗസ്റ്റ് 11-ന് പോർച്ചുഗലിലെ ലിസ്ബണിനടുത്തുള്ള കാഷ്കിസിൽ വെച്ചായിരുന്നു തികച്ചും ലളിതമായ ചടങ്ങ് നടന്നത്. എന്നാൽ കൗതുകകരമായ കാര്യം മറ്റൊന്നാണ്. ഈ രഹസ്യ വിവാഹത്തെക്കുറിച്ച് റൊണാൾഡോയുടെ അടുത്ത കുടുംബാംഗങ്ങൾക്ക് പോലും അവസാന നിമിഷം വരെ വ്യക്തമായ അറിവുണ്ടായിരുന്നില്ല അത്രേ. പുറത്തു വന്ന വിവാഹ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് റൊണാൾഡോയുടെ അമ്മ ഡൊലോറസ് അവീറോയോ സഹോദരങ്ങളായ ഹ്യൂഗോ, എൽമ, കാത്തിയ എന്നിവരോ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. 4 സാക്ഷികളും ഇവരുടെ 5 മക്കളും മാത്രമാണ് ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിച്ചത്. പോർച്ചുഗീസ് ചാനലായ TVIയിലെ ഡോയിസാസ് 10 എന്ന പരിപാടിയിലൂടെ അവതാരകയായ ക്രിസ്റ്റീന ഫെരേരയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. കുടുംബം ഈ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് വഴി തുറന്നേക്കാമെന്ന് ഫെരേര നിരീക്ഷിക്കുന്നു. വിവാഹത്തിന് കഷ്ടിച്ച് 30 സെക്കൻഡ് മുൻപ് മാത്രമായിരിക്കും ഒരുപക്ഷെ കുടുംബാംഗങ്ങൾ പോലും ഈ വിവരം അറിഞ്ഞതെന്നും ഫെരേര പറഞ്ഞു. അതേസമയം ഇത് അവതാരകയുടെ കേവലം ഒരു വാദം മാത്രമാണെന്നും റൊണാൾഡോയോ കുടുംബമോ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത സാഹചര്യത്തിൽ ധൃതി പിടിച്ച് നിഗമനങ്ങളിൽ എത്തരുതെന്നും സഹ അവതാരകയായ ക്ലോഡിയോ റാമോസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും പോർച്ചുഗീസ് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും റൊണാൾഡോയുടെ ഈ സീക്രട്ട് വെഡ്ഡിംഗ് തന്നെയാണ് ഇപ്പോൾ പ്രധാന ചർച്ചാ വിഷയം. ലോക ക്രിക്കറ്റിനെ ഞെട്ടിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ്. 23 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് മത്സരം കളിക്കാനിറങ്ങിയ ബംഗ്ലാദേശ് 9 വിക്കറ്റിന്റെ പടുകൂറ്റൻ വിജയമാണ് സ്വന്തമാക്കിയത്. ഡാർവിനിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ കങ്കാരുപടയെ അവർ നിലം പരിശാക്കി. ഏഷ്യൻ ശക്തികളായ ശ്രീലങ്കയ്ക്ക് ഇതുവരെ ഓസ്ട്രേലിയയിൽ ഒരു ടെസ്റ്റ് ജയിക്കാൻ സാധിച്ചിട്ടില്ല. 1995-ലാണ് പാകിസ്ഥാൻ ഓസ്ട്രേലിയൻ മണ്ണിൽ ഒടുവിൽ ഒരു ടെസ്റ്റ് വിജയിച്ചത്. അത്രയും പ്രയാസമേറിയ ഒരു കടമ്പയാണ് ഇപ്പോൾ ലളിതമായി ബംഗ്ലാദേശ് മറികടന്നിരിക്കുന്നത്. ഈ ചരിത്ര വിജയത്തിന്റെ ശില്പി ബംഗ്ലാദേശ് താരം ഹസൻ മഹ്മൂദാണ്. മത്സരത്തിലാകെ 9 വിക്കറ്റുകളാണ് ഹസൻ വാരിയത്. 1-ാം ഇന്നിംഗ്സിൽ 6 വിക്കറ്റും 2-ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റും വീഴ്ത്തിയ ഹസൻ തന്നെയാണ് കളിയിലെ താരം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 1-ാം ഇന്നിംഗ്സിൽ 198 റൺസിന് പുറത്തായപ്പോൾ മറുപടിയായി ബംഗ്ലാദേശ് 456 റൺസിന്റെ ഭീമൻ സ്കോർ പടുത്തുയർത്തി. 2-ാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയ 284 റൺസിന് പുറത്തായതോടെ ബംഗ്ലാദേശിന്റെ വിജയലക്ഷ്യം വെറും 57 റൺസായി മാറി. 2-ാം ഇന്നിംഗ്സിൽ 104 റൺസോടെ കാമറൂൺ ഗ്രീൻ പോരാടിയെങ്കിലും ഓസ്ട്രേലിയയെ വലിയൊരു സ്കോറിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. സ്റ്റീവ് സ്മിത്ത് 44-ഉം ലബൂഷെയ്ൻ 31-ഉം റൺസ് എടുത്തു. തുടർന്ന് 57 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 4-ാം ദിനം 14.2 ഓവറിൽ 1 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. ഓസ്ട്രേലിയൻ മണ്ണിൽ ഏഷ്യൻ ക്രിക്കറ്റിന്റെ കരുത്ത് വീണ്ടും വിളിച്ചോതിയ 1-ാം തരം പോരാട്ട വീര്യത്തിന്റെ കഥയാണ് ഡാർവിനിൽ നിന്ന് ബംഗ്ലാദേശ് കുറിച്ചിരിക്കുന്നത്.